ഈ ചെറിയ കുട്ടി ഒരു തേളിനെ പെറ്റായി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചങ്ങലയിൽ കെട്ടി റോഡിലൂടെ നടന്നു വരുമ്പോൾ കുറച്ച് പിള്ളേർ അങ്ങോട്ട് വന്നേ അവളെ പിടിച്ചു വെച്ചു. അവളുടെ മുമ്പിൽ വെച്ച് തന്നെ തേളിനെ സൈക്കിൾ വെച്ച് കയറ്റി കൊന്നുകളഞ്ഞു. അവസാനം അവൾക്ക് അവൾ വളർത്തിയ തേളിനെ സ്വന്തം കൈകൊണ്ട് തന്നെ അടക്കം ചെയ്യേണ്ട ഗതി വന്നു. അതുകൊണ്ട് സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുറച്ച് വർഷം കഴിഞ്ഞു. ഇപ്പൊ അവള് വലുതായി സ്കൂളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അകത്ത് വരുമ്പോൾ തന്നെ അവളെ കണ്ട് പേടിച്ച് എല്ലാവരും മാറി നിൽക്കുന്നുണ്ട്. അവൾ നേരെ വന്ന് അവളുടെ ലോക്കർ തുറന്നു നോക്കി. അകത്ത് അവളുടെ അനിയനെ ആരോ കെട്ടിവെച്ച് വായിൽ ആപ്പിളെല്ലാം തിരികെ വെച്ചിട്ടുണ്ട്. അത് കണ്ട് അവൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. അവന്റെ അടുത്ത് ആരാണ് നിന്നെ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. എന്നാൽ അവനും പേടിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ഓക്കെ എന്ന് പറഞ്ഞ് അവന്റെ കയ്യിലെ കെട്ടയിക്കാൻ കയ്യിൽ തൊട്ടതും അവളുടെ അനിയനെ ആരൊക്കെ ചേർന്നാണ് ബുള്ളി ചെയ്തതെന്ന് മുൻപിൽ കാണുന്നത് പോലെ കാണാൻ തുടങ്ങി. അത് കണ്ട് ഭയങ്കര ദേഷ്യം വന്നേ ആ ബുള്ളികളുള്ള സ്ഥലത്തേക്ക് തന്നെ പോയി. അവരൊരു സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അങ്ങോട്ട് ഒരു കവർ നിറയെ പിരാന മീനുകളെ കൊണ്ടുപോയി അതിലേക്ക് ഇട്ടു. അത് കണ്ട് എല്ലാവരും അവിടെ നിന്ന് നീന്തി രക്ഷപ്പെടാൻ നോക്കി. പിരാന മീനുകളും പിന്നാലെ തന്നെയുണ്ട്. ബാക്കിയുള്ളവർ സൈഡിലൂടെ കയറി രക്ഷപ്പെട്ടു. എന്നാൽ ആ ഗ്യാങ്ങിന്റെ ലീഡറിനെ മാത്രം പിരാന മീനുകൾ കടിച്ചു കൊന്നു. അതിനുശേഷമാണ് അവളുടെ മുഖത്ത് ചിരി തന്നെ വരുന്നത്. അവൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ പാരന്റ്സ് അവളെ ഒരു പുതിയ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തി. ആ സ്കൂളിലുള്ള എല്ലാവർക്കും ഓരോ പവേഴ്സ് ഉണ്ട്. വന്ന ദിവസം തന്നെ ആരോ ഒരു സ്റ്റാച്ചു തലയിൽ തള്ളിയിട്ട് അവളെ കൊല്ലാൻ നോക്കി. ഭാഗ്യത്തിന് ജസ്റ്റ് മിസ്സിൽ അവൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം നോക്കിയാൽ ആ സ്കൂളിലുള്ള വേറൊരു പയ്യൻ അവന്റെ പവർ യൂസ് ചെയ്ത് അവളെ പൊക്കി ഒരു മരത്തിൽ ഇടിച്ചു. മര്യാദക്ക് സ്കൂൾ വിട്ട് നീ പോകണം, അല്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അതേ ടൈമിൽ അവിടേക്ക് ഒരു ഭീകരനായ മോൺസ്റ്റർ വന്നേ അവനെ അവിടെ വെച്ച് തന്നെ കൊന്നുകളഞ്ഞു.